ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് പോകാൻ പോകുന്നത് ദനാങ്കിലെ ബന ഹിൽസ് ആണ്. ആ സ്വർണ്ണക്കീരയിലൊരു പിക്ചർ ഇങ്ങനെ റീൽസിലെല്ലാം കാണുന്നില്ലേ, അടുത്തേക്കാണ്. അപ്പം അവിടെ രാവിലെ 8 മണിക്ക് തുറക്കുന്നതാണ് പറഞ്ഞത്. അപ്പം 7:30 ഇടുന്ന് ഇറങ്ങണം, എന്നാലും ഒരു 8 മണിയെല്ലാം എത്തും. അപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരിക്കും, തണുപ്പായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് പോയിട്ട് നോക്കാം. ഓക്കെ, വാ. അപ്പം ഇതാണ് നമ്മുടെ ഡ്രൈവർ ഹബീബി. ഇവര് നമ്മുടെ സ്ഥലങ്ങളെല്ലാം അറിഞ്ഞിരിയാതെ എവിടെയെല്ലാം സ്ഥലങ്ങളുണ്ട് എന്നെല്ലാം, ദനാങ്കിലെ ഏതെല്ലാം സ്ഥലങ്ങൾ ഉണ്ട്, നിങ്ങളെല്ലാം പോകുന്നത് നമുക്ക് പറഞ്ഞുതരാം. Banana. Yeah. Then we call Bana. Okay. That's how name came Bana Hill, right? Yeah. It's garden of banana. Oh. Yeah. Okay. Banana garden. Yeah. Banana garden. Name came from. അപ്പോൾ നമ്മൾ ബാന ഹിൽസിൻ്റെ ഏറ്റവും ഫസ്റ്റ് താഴത്തെ എൻട്രൻസിലെത്തി. ഇവിടുന്ന് അവർ ബസ് ത്രൂ മെയിൻ എൻട്രൻസിലേക്ക് കൊണ്ടുപോകാന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇവിടത്തെ വരെ നമുക്ക് വണ്ടിയാക്കിയിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറാൻ പോവുകയാണ്. അപ്പം ചെറിയൊരു മഴയുള്ളതുകൊണ്ട് അവർ കുടയെല്ലാം പിടിച്ചിട്ട് നമുക്ക് തരുന്നുണ്ട്, മഴ കൊള്ളണ്ട എന്നുള്ള രീതിയിൽ. അങ്ങനെ നമ്മൾ ബസ്സിൻ്റെ ഉള്ളിൽ കയറി ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് അത്രയും മാത്രമേ ഉള്ളൂ നമുക്ക് ബസ്സിൽ പോകാനായിട്ട്. നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ ചെറുങ്ങനെ മഴയെല്ലാം പാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ മുകളിൽ എന്തായിരിക്കും കാലാവസ്ഥ കാര്യങ്ങളൊന്നും അറിയില്ല, എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാന്നുള്ള രീതിയിലാണ് അവിടുത്തെ കാലാവസ്ഥ എന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഈ മെയിൻ എൻട്രൻസിലേക്ക് എത്തുമ്പോൾ തന്നെ നല്ല തണുപ്പും കാര്യങ്ങളെല്ലാം ഫീൽ ചെയ്ത് തുടങ്ങി. വരുന്ന തിരക്കിനിടയിൽ ജാക്കറ്റ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ രാവിലെ ഹോട്ടലിൽ നിന്ന് വരുമ്പം ഡ്രൈവർ പറഞ്ഞു ജാക്കറ്റ് എടുത്ത് അവിടുത്തെ കാലാവസ്ഥ അങ്ങനെ ആയിരിക്കും, തണുപ്പായിരിക്കും എന്നുള്ളത്. ഇതാണ് ബാന ഹില്ലിൻ്റെ ഫ്രണ്ട് എൻട്രി ഭാഗം എന്ന് പറയുന്നത്. സൺവേൾഡ് ഗ്രൂപ്പാണ് ഇത് ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത്, എല്ലാം ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു നല്ലൊരു കവാടമാക്കി വെച്ചിട്ടുണ്ട്. ഇതോ ആ കാണുന്നതാണ് കേബിൾ കാർ. 20 മിനിറ്റ് കേബിൾ കാറിലൂടെ പോയിട്ട് ആണ് നമ്മൾ അവിടെ നിന്ന് ബാക്കി സ്ഥലങ്ങളെല്ലാം കാണേണ്ടത്. 2-3 ലെവലിലായിട്ട് കേബിൾ കാറിൽ സഞ്ചരിക്കാനുണ്ട്. അവിടെ ഓരോ സ്ഥലങ്ങളും അതേപോലെ തന്നെ കാണാനും ഉണ്ട്. ഇതാണ് ബാന ഹില്ലിൻ്റെ ഒരു മൊത്തം രൂപം എന്ന് പറയുന്നത്. അപ്പം ഗൈഡ് അവരൊന്നിച്ച് വരുന്ന ടൂറിസ്റ്റുകൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ബാന ഹിൽസിലേക്കുള്ള ടിക്കറ്റ് ഹോട്ടൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എടുത്തത് വെച്ചിട്ട് ഒരാഴ്ചക്കുള്ളിലോ 15 ദിവസത്തിനുള്ളിലോ നമ്മൾ അവിടെ പോയിരിക്കണം, അങ്ങനെയാണ് കണക്ക്. അപ്പോൾ പോകുന്നതിന് ഒരു ദിവസം മുന്നേ ആയിട്ട് ഏത് ഡേറ്റ് എന്നുള്ളത് അവിടെ കൺഫേം ചെയ്യുകയും വേണം. ഈ ബാന ഹിൽസിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് നമ്മൾ ടിക്കറ്റ് കാണിച്ചിട്ട് നമ്മുടെ ഫോട്ടോ അവിടെ അവർ സ്കാൻ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് കേബിൾ കാർ. നമ്മൾ കേബിൾ കാറിൽ കയറാൻ പോകാൻ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. സൺവേൾഡ് ബാന ഹിൽ. അപ്പോൾ ഈ കേബിൾ കാർ ഇങ്ങനെ വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കും, അതൊരിക്കലും നിൽക്കില്ല. അതിനനുസരിച്ച് നമ്മൾ അതിനുള്ളിൽ കയറണം. അതിൽ ആൾ കയറിയാലും ഇല്ലെങ്കിലും അത് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? നല്ല ഉണ്ടല്ലേ? 4 കയറി. അപ്പൊ നമ്മള് കേബിൾ കാറിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്തോണ്ടിരിക്കുന്നുണ്ടല്ലേ? ആള് കയറി കയറാൻ വിടുവല്ലേ, ഇല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക് അത് ഫ്രീ ആയിട്ട് പോകും. അതറിയില്ല, സ്പീഡൊന്നും അറിയില്ല. പക്ഷെ മഴ ആയതുകൊണ്ട് കാണാൻ കഴിയുന്നില്ല, പുറത്തേക്ക് നല്ല വ്യൂ കിട്ടുന്നില്ല. എന്നാലും ലോകത്തിലെ ഏറ്റവും വലിയ കേബിൾ കാർ. അങ്ങനെ ഏറ്റവും വലിയ കേബിൾ കാറിൽ കയറിയിരിക്കുന്നു. ഈ കേബിൾ കാറിൻ്റെ ഉള്ളിൽ പാട്ടെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ജസ്റ്റ് ആസ്വദിച്ച് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ ബാന ഹില്ലിൻ്റെ ഒരു ചാർട്ട്, എവിടെയൊക്കെയാണ് ഏതൊക്കെ സ്ഥലങ്ങളുള്ളത് കാര്യങ്ങളുള്ള ഒരു ചാർട്ട്, അങ്ങനത്തെയൊക്കെ നമുക്ക് ആ കേബിൾ കാറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഹൈറ്റിലേക്ക് പോയി. എത്ര കിലോമീറ്റർ? 4 കിലോമീറ്റർ. 20 മിനിറ്റ് ദൂരം തോന്നുന്നു.
അറിയുന്നില്ലല്ലോ ഫുള്ള് കാട്ട് പ്രദേശത്തിന്റെ മുകളിലേ കൂടി. എന്താ ഫുൾ കരട് ഫുൾ കാട്. ഫ്ലൈറ്റിൽ പോകുന്ന ആ ഒരു ഇതന്നെ ചെവിയാടിയെന്നല്ലേ തിരിച്ചു വരുമ്പോ അതിലേ കൂടി വഴിയുണ്ട്, അതിലേ കൂടി നടന്ന് 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 വരാന്ന്. മഴയുണ്ടെങ്കിൽ നല്ല രസമുണ്ടോ നടക്കാൻ? ഉണ്ട് അത് ലോങ് വീഡിയോ ആയിട്ട് വരുമ്പോ അതിലെല്ലാരും മരം നോക്കറ, മരത്തിന്റെ എത്ര മുകളിൽ പോകുമ്പോൾ എന്തോ എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്, പക്ഷെ നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അത് ഹൈറ്റ് കൂടി കൂടി വരുന്നല്ലേ? അമ്മായി തിരിച്ചു വരുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് തോന്നല്ലേ? നടക്കേണ്ടി വരുമോ അല്ലേ? ഇത് കൂടിയാന്നില്ലേ കുറച്ച് ലേശം പേടിയാന്നില്ലേ? ഇപ്പൊ ഫുൾ മഞ്ഞായി അല്ലേ? ഇതായി പുറത്തൊന്നും കാണുന്നില്ല, ഭയങ്കര മഞ്ഞുണ്ട്. ചിലപ്പോ റിട്ടേൺ വരുമ്പോ ഇത് മഴയെല്ലാം കുറച്ച് കുറഞ്ഞാല് കാണും. ഇത് നോക്കൊന്നും കാണുന്നില്ല. ഇതാണ് കേബിൾ കാർ ദനാങ്ക്. അമ്മായിനെ കാണുമ്പോ കുറച്ച് പേടിച്ചിരിക്കുന്ന പോലെ ഉണ്ട്. പേടിയില്ല പറയുന്നില്ല, വേറിട്ട് പേടിയതാ. ഇതിനപ്പുറത്തെ എവിടെയാ തിരിച്ചു വരുന്ന വേണ്ടിയല്ല അടഞ്ഞോ? തണുപ്പ് മഞ്ഞ് ഇറങ്ങുമ്പോ തന്നെ ഫുള്ള് മഞ്ഞല്ല. വേറെ തന്നെ ഒരു സ്ഥലത്ത് ഒന്നുമല്ല, ഫുള്ള് മഞ്ഞ്. മഴയുണ്ടോ? ഫുള്ള് വെള്ളമല്ലേ? എന്താ രസം. ഇതാണ് ഫസ്റ്റ് കേബിൾ കാർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെയാണ് ഗോൾഡൻ ബ്രിഡ്ജ് ഉള്ളത്. വിയറ്റ്നാമിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അട്രാക്ഷനാണ് ഈ ഗോൾഡൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇപ്പം ടൂറിസ്റ്റുകൾക്കിടയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ട് ഉള്ള ഒരു രാജ്യമാണ് വിയറ്റ്നാം. ഈ കേബിൾ കാർ സ്റ്റേഷന് എസ്കലേറ്റർ സംവിധാനമുണ്ട്, അതേപോലെ സ്റ്റെപ്പും ഉണ്ട് അടുത്ത പോയിന്റിലേക്ക് എത്താൻ, അതായത് ഗോൾഡൻ ബ്രിഡ്ജിന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി. എപ്പോൾ ഇൻസ്റ്റ തുറന്നു നോക്കിയാലും കാണുന്ന ഒരു റീൽ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നതാണ് ഈ ഗോൾഡൻ ബ്രിഡ്ജിയുടെ ഉള്ളതും ഈ ബാന ഹിൽസിന്റെ ഒക്കെ. അപ്പൊ അത് കാണുന്നത് മുതൽ ഈ വിയറ്റ്നാമിൽ വന്നത് മുതൽ ദനാങ്കിൽ പോകണം എന്നുള്ള ഒരു ഇത് വെച്ചിട്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് അച്ഛനും അമ്മയും വന്നിട്ടാകുമ്പോൾ നമ്മള് ദനാങ്കിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തതും. നല്ല തണുപ്പുണ്ട് കേട്ടോ മുകളിലോട്ട് കയറുന്ന. ഷട്ടർ എടുക്കാൻ വിട്ടു, ഷട്ടർ എടുക്കാൻ വിട്ടു. എടുക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ വരുന്ന നിമിഷം അതേ അങ്ങ് മറന്നുപോയി. എന്തൊരു രസമല്ലേ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ. ഇവിടെ നിന്നാണ് ഗോൾഡൻ ബ്രിഡ്ജിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം പുറത്ത് നല്ല മഴയാണ്, അതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ വന്നിട്ട് ഇരിക്കുന്നത്. അതേപോലെ മസാജും ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മഴയായതുകൊണ്ട് ഇവിടെ റെയിൻ കോട്ടുകൾ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. ഡിസ്പോസബിൾ ആയാലും അല്ലാത്തതായാലും എല്ലാ തരത്തിലുള്ള റെയിൻ കോട്ടുകളും വിവിധ പൈസക്ക് കിട്ടുന്നുണ്ട്. നല്ല കാറ്റും മഴയും. നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ മഴയുണ്ടോ എന്ന് നോക്കാൻ പോയതാണ്. നല്ല മഴയായതുകൊണ്ട് തിരിച്ചു വന്നു. ഗൈസ്, അടിപൊളി ഡ്രസ്സെല്ലാം ഇട്ടിട്ട് വന്ന മുത്തിന്റെ അവസ്ഥ നോക്കിയോ ഇപ്പോ. എങ്ങനെയുണ്ട്? മഴയാണ് ഗൈസ്, പെരും മഴ. എല്ലാരും കോട്ടെല്ലാം ഇട്ടിട്ട് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാം, കാരണം ഭയങ്കര മഴ. റെസ്റ്റ് എടുക്കാതിരിക്കുന്നേ. വെൽക്കം ടു ഗോൾഡൻ ബ്രിഡ്ജ്. ബ്രിഡ്ജ് ചെറുതായിട്ട് മാത്രമേ കാണുന്നില്ല, നല്ല മഞ്ഞുണ്ട്.
പക്ഷെ എല്ലാം ഉണ്ട് കേട്ടോ. മഞ്ഞും മഴയും എല്ലാം കൂടിയ ഒരു ഫീൽ അല്ലേ? നടക്ക്. ഒരു വലിയ പർവ്വതത്തിന്റെ മുകളിൽ 2 ഭീമൻ കൈകളിൽ താങ്ങി നിൽക്കുന്ന ഒരു ബ്രിഡ്ജ്, അതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല ഭയങ്കര തണുപ്പല്ല? ഭയങ്കരമാണ്. പക്ഷെ ഇത് മഞ്ഞൂടിയിലൊന്നും കാണുന്നില്ല. പക്ഷെ എന്നാലും ആൾക്കാർക്ക് ഒരു ശാപവും ഇല്ല കേട്ടോ ഇവിടെ. എന്ത് മഴയതെങ്കിലും മഞ്ഞതെങ്കിലും. വീഡിയോ എടുക്കുന്ന കുറച്ച് ചലഞ്ചാണല്ലേ? യെസ്. ഒന്ന് നല്ല ഇതാണ് തണുപ്പും മഞ്ഞും ഭയങ്കര രസമില്ല. ഈ കാണുന്നതാണ് നമ്മ പറഞ്ഞ ഗോൾഡൻ ബ്രിഡ്ജ്. ഗോൾഡൻ ബ്രിഡ്ജ്. ആ കൈര് ഇത് എല്ലാവരും എടുക്കുന്നത് താങ്ങി നിൽക്കുന്ന. ഇങ്ങോട്ട് നോക്ക. നല്ല ക്ലാരിറ്റി ആയിട്ട് കിട്ടുന്നില്ല, എന്നാലും ബെറ്റർ ആണല്ലേ? നമ്മ പോയതൊരു തിങ്കളാഴ്ചയാണ്. വീക്കെൻഡ് എല്ലാഞ്ഞിട്ട് പോലും നല്ല തിരക്കായിരുന്നു ആ ബ്രിഡ്ജിൽ. ഒരു ഫോട്ടോ എടുക്കാൻ തന്നെ കുറേ കഷ്ടപ്പെട്ടു. നല്ല മഞ്ഞും ചെറിയൊരു മഴയും ഉണ്ടായിരുന്നു. എന്നിട്ട് ഇത്ര ആളെങ്കിൽ അപ്പോൾ മഴയില്ലാത്തൊരു ദിവസമാണെങ്കിൽ ഇവിടെ എത്ര ആൾക്കാരായിരിക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നേ ഉള്ളൂ. റെയിൻകോട്ട് ഇല്ലാതെ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റൂല എന്നുള്ളത് കൊണ്ടാണ് എല്ലാവരും റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വരുന്നത്. ഈ ബാന ഹില്ലിൽ തന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഫോട്ടോ സ്പോട്ട് എന്ന് പറയുന്നത് ഈ ഗോൾഡൻ ബ്രിഡ്ജ് ആണ്. ഇവിടത്തേക്ക് കേബിൾ കാറിൽ മാത്രമേ വരാൻ പറ്റുള്ളൂ. ഒരാൾക്ക് 3500 രൂപേൻ്റെ അടുത്താണ് ചാർജ് വരുന്നത്. ഇവിടുത്തെ 9 to 10 ലക്ഷം വേണ്ടി വരും. ഈ കൈകൾ കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ആ കൈകളിന് ഒരു പാലം നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇത് വരുന്നത്. മഴേനേക്കാളും കൂടുതൽ ഇവിടെ നല്ല കാറ്റ് വീശുന്നുണ്ട്. അതേപോലെ തന്നെയാണ് മഞ്ഞു മൂടിയിട്ട് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല ശരിക്ക്. ഇപ്പോൾ കാറ്റിൻ്റെ ശക്തി അറിയണമെങ്കിൽ ആ കുടകൾ പാറുന്നേലും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ശക്തിയിലാണ് കാറ്റ് വീശുന്നതെന്നുള്ളത്. ഈ ബാണ ഹില്ലിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഹോട്ടലുണ്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ. മെർക്യൂർ ഹോട്ടൽ എന്നാണ് അറിയപ്പെടുന്നത്. അത് കുറച്ച് കോസ്റ്റ് കൂടിയതാണ്. അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രിയും കൂടി ഈ ഗോൾഡൻ ബ്രിഡ്ജും കാര്യങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നല്ല തണുപ്പൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ ബാന ഹിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു കാലാവസ്ഥ തന്നെയാണ് ഇപ്പം. പിന്നെ ഇവിടെ ഒരു അൺപ്രഡിക്റ്റബിൾ കാലാവസ്ഥയാണ്. എപ്പോൾ വേണേലും മഴ വരാമെന്നുള്ള രീതിയിൽ. നമ്മൾ ഏറ്റവും താഴത്തുനിന്ന് മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ കൂടി വരുന്നുണ്ട്. നമ്മൾ ആദ്യം റെയിൻകോട്ട് ഇട്ടിട്ട് ഫോട്ടോ എടുത്തു. പക്ഷെ അതൊരു രസമില്ലാത്തതുകൊണ്ട് മഴയൊന്നും സാരില്ല എന്ന് വിചാരിച്ചിട്ട് റെയിൻകോട്ടെല്ലാം ഊരിയിട്ട് പിന്നെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. അതുകൊണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കുറച്ച് നനഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ടൂറിസ്റ്റുകളായിട്ട് കുറേ രാജ്യക്കാരുണ്ടായിരുന്നു. അതോടൊപ്പം നമ്മൾ ഇന്ത്യക്കാരുണ്ടായിരുന്നു, കേരളക്കാരുണ്ടായിരുന്നു. ഈ സമയത്ത് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ക്യാമറേൻ്റെ ഉള്ളിലും കൂടി വെള്ളം കയറുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇത് കാണാനാണ് ഇത്രയും കാലമായിട്ട് ആഗ്രഹിച്ചത്. ഇടുന്നൊരു ഫോട്ടോ എടുക്കാനും കൂടി. ഈ തണുപ്പിനെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ തണുപ്പത്ത് കൂടി നടക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒന്നും പറ്റുന്നില്ല. എല്ലാവരും അവിടെ മഴ കുറച്ച് കുറയട്ടെ അല്ലെങ്കിൽ കുറച്ച് കാലാവസ്ഥ നേരെയാവട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഏകദേശം ഒരു ഉച്ച വരെ ഇതേ കാലാവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതാണ് ബാണ ഹിൽ. കുറേയായി കാണാൻ ആഗ്രഹിച്ച ആ 2 കൈ നവംബറിൽ തണുത്ത് വിറച്ചിരിക്കുന്നുണ്ട്. അമ്മ തണുപ്പ് കാരണം ഇങ്ങോട്ടേക്ക് അധികം വന്നിട്ടില്ല. വന്ന് ജസ്റ്റ് പോയി. ഓക്കേ, സൂപ്പർ. ഇതാണ് ഇവിടുത്തെ 2ാമത്തെ കൈ എന്ന് പറഞ്ഞാല്. ഫുള്ള് മഞ്ഞായതുകൊണ്ട് അറിയില്ല എത്ര കാണാൻ പറ്റുന്നുണ്ടെന്ന്. പക്ഷെ നല്ല അടിപൊളി രസമാണ് കാണാൻ. ഇത് മഴയോ മഞ്ഞോ? ഇത് മഴയല്ല മഞ്ഞന്നെ തോന്നുന്നു. നല്ല രസം. ഈ ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് കുറേ അധികം സ്റ്റാച്യൂകളും അങ്ങനത്തെ കുറേയാണ് ഇവിടെ കാണാനുള്ളത്. പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ എടുക്കാം. ഈ ഒരു തണുപ്പ് കൊണ്ടിട്ട് നമ്മളെ കൈയെല്ലാം ഇങ്ങനെ ഒരു മരവിച്ച ആ ഒരു ഫീലാണ് ഉണ്ടാകുന്നത്. തണുപ്പ് എവിടെ അറിയുന്നില്ല വെള്ളത്തിന്. ഇതാണ് സ്ഥലം. അതാണ് ഉദ്ദേശിച്ചത്. ഇതാണ് ഫുൾ രൂപം. ബാണ ഹില്ലിൽ ഗോൾഡൻ ബ്രിഡ്ജിന്റെ അകത്തെ വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല അടിപൊളി രസമാണ് കാണാൻ വേണ്ടി. ഓക്കെ,
നമുക്കൊന്ന് താഴോട്ട് പോയി നോക്കാം. കേബിൾ കാർ സ്റ്റേഷൻ, ഗോൾഡൻ ബ്രിഡ്ജ്. ഇവിടെ എല്ലായിടത്തും ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വൈബ് തന്നെയാണുള്ളത്. ഞാനിവിടെ നിന്ന് മാക്സിമം ഫോട്ടോസൊക്കെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കേബിൾ കാറിലേ കൂടി പോകുന്നുണ്ട്. കാണാൻ നല്ല രസമില്ല വ്യൂ, പക്ഷെ ഫുള്ള് മഞ്ഞായതുകൊണ്ട് നല്ല തണുപ്പ്. ഇതാണ് ബാണ ഹില്ലിന്റെ രൂപം, മൊത്തത്തിലെ രൂപം. അടിപൊളിയല്ലേ ബാണ ഹിൽ? പക്ഷെ നല്ല മഞ്ഞില്ലോണ്ട് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷെ നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന് കാണുമ്പോ. പക്ഷെ കുറച്ചു നേരത്തെ നല്ലൊരു കാലാവസ്ഥ. ഇതാണ് മൊത്തത്തിലെ കൈ. അപ്പോൾ ബാന ഹില്ലിലെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അവർ യൂട്യൂബ് ചാനൽ.